ിലേക്ക് വിശദമായി തന്നെ വരാം. ഗോകുമാർ സാർ, ഇവിടെ ഇപ്പോൾ പർപ്പിൾ ടൈഡ് ഒരു രാഷ്ട്രീയ നയതന്ത്രവും അദ്ദേഹം പറയുകയുണ്ടായി. സമാധാനപരമായ നീക്കങ്ങളും നിർവശത്ത് തോന്നുമ്പോൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് പോകും. അത് പനാമയുടെ വിഷയം ചൂണ്ടിക്കാണിച്ചും ഗ്രീൻലാൻഡിന്റെ കാര്യം സൂചിപ്പിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. എത്രത്തോളം വെല്ലുവിളികളാണ് ഈ രണ്ട് വിഷയങ്ങളും അമേരിക്കയ്ക്കും ട്രംപിനും നൽകുക? അതോ കാര്യങ്ങൾ എളുപ്പമായിരിക്കുമോ? അത്ര എളുപ്പമാകുമെന്ന് തോന്നുന്നില്ല. ശ്രീ പോൾ ആൻ്റണി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം അദ്ദേഹം അടിസ്ഥാനപരമായിട്ടൊരു ബിസിനസ്സുകാരനാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ വേണ്ട ഒരു മെയ്വഴക്കം സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ സൂചനയാണ് ഈ പർപ്പിൾ ടൈ, ഈ ടൈമാറ്റത്തിൻ്റെ കാര്യം പറയും. ശരിയായിരിക്കാം, അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു സ്വഭാവം കൂടി കാണിക്കാതെ തികച്ചും ഒരു ബിസിനസ് താല്പര്യത്തിൽ മാത്രം ഈ ലോകത്തെ കൊണ്ടുപോകാൻ പറ്റില്ല, സ്വന്തം രാജ്യത്തെയും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുറേ നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ നോക്കുമ്പോൾ വളരെ വ്യക്തമായ ആശയങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിൽ കടുംപിടുത്തവും ഉണ്ട് ചില കാര്യങ്ങൾക്ക്. സ്വന്തം രാജ്യ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഫൊക്കാനയുടെ പ്രതിനിധി പറഞ്ഞത് വളരെ ശരിയാണ്. അവരുടെ രാജ്യത്തിൻ്റെ വളർച്ച അവരവർക്ക് പ്രധാനമാണ്. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു ഇൻ്റർഡിപെൻഡൻറ്റ് വേൾഡിൽ നമ്മൾ പരിഗണിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ കാര്യം പറഞ്ഞു, പനാമയുടെ കാര്യം പറഞ്ഞു, അതോടൊപ്പം തന്നെ പാരീസ് പീസ് ട്രീറ്റിൽ നിന്ന് പിൻവാങ്ങുന്ന കാര്യം പറഞ്ഞു. ചില കാര്യങ്ങൾക്ക് സ്വന്തം രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ വളരെ പാരീസ് പീസ് ട്രീറ്റിയുടെ കാര്യം തന്നെ എടുത്തു പറഞ്ഞാൽ, വ്യവസായികമായി വളർന്ന രാജ്യങ്ങൾ അവർക്കതിനുള്ള സമയം കിട്ടിയപ്പോൾ ഒരു രീതിയിലും അവർക്ക് ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ വികസ്വര രാജ്യങ്ങൾ വന്നില്ല. ഇന്നവർ വികസിത രാജ്യങ്ങൾ ശക്തമായി കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും പോസ്റ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റൊക്കെ വന്നു. ഇപ്പോൾ മൂന്നാം ലോക രാജ്യങ്ങളോട് അല്ലെങ്കിൽ പറയുകയാണ്, നിങ്ങൾ നിർത്തുക, നിങ്ങൾ രാജ്യത്തെ പൊല്യൂട്ട് ചെയ്യേണ്ട, ലോകത്തെ പൊല്യൂട്ട് ചെയ്യേണ്ട എന്ന് പറയുകയും അതല്ലെങ്കിൽ നിങ്ങൾ ഇതിന് കാർബണിൻ്റെ എമിഷനുള്ള ചെലവ് വഹിക്കേണ്ടി വരും, ഞങ്ങളൊന്നും തരത്തില്ല, പാരീസ് പീസ് ട്രീറ്റ് ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്ന് പറയുമ്പോൾ, ഈ പഴയ കാലത്ത് 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലും ഈ ലോകത്തെ അന്നത്തെ സാഹചര്യത്തിൽ പൊല്യൂട്ട് ചെയ്തതിൻ്റെ കണക്ക് ആരോട് അക്കൗണ്ട് ചെയ്യും? അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇപ്പോഴും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അതേസമയം ഡെവലപ്പിംഗ് നേഷൻസിന് ഇപ്പോഴത് ആവശ്യമാണ്, ഒരു പ്രോഗ്രസ് ആവശ്യമാണ്. കുറച്ച് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഇല്ലാതെ പറ്റില്ല. ഐക്യരാഷ്ട്രസഭ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പോലും അത് പ്രായോഗികമാക്കണമെങ്കിൽ വികസിത രാജ്യങ്ങൾ, ഡെവലപ്ഡ് കൺട്രീസും അതിനോട് കുറച്ച് സഹകരിച്ചാലേ പറ്റൂ. അവിടെയാണ് ഈ പാരീസ് പീസ് ട്രീറ്റിൽ നിന്ന് പിൻവാങ്ങുന്നത് അമേരിക്കയുടെ താല്പര്യത്തിന് നല്ലതാണെങ്കിൽ ലോക താല്പര്യത്തിന് ഒട്ടും ശരിയായ കാര്യമല്ല. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട്. അവിടെ അദ്ദേഹം രാഷ്ട്രീയക്കാരൻ്റെ ഒരു സ്വഭാവത്തിൽ കുറച്ചൊക്കെ ഈൽഡ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അമേരിക്കയിലേക്ക് വരുന്ന സാധനങ്ങൾ, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അത് അദ്ദേഹത്തിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ താല്പര്യം, അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിലും പൊതുവേ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ തടയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അത് മെക്സിക്കോയിലുള്ള ബോർഡറിൽ മതിൽ കെട്ടിയതും ബാക്കി നിയന്ത്രണം ഏർപ്പെടുത്തും, അതൊക്കെ ന്യായമായ കാര്യങ്ങൾ. പക്ഷേ ക്യൂബയുമായിട്ട് പെട്ടെന്ന് വീണ്ടും ശത്രുതയാവാൻ പോകുന്നു. കാരണം ബൈഡൻ കൊടുത്തിരുന്ന ആ ഒരു സ്റ്റാറ്റസ് ഇപ്പോൾ എടുത്തു കളഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ടെൻഷൻ സോൺസ് വന്നാൽ, ഇവിടെ ഡോക്ടർ രാജീവ് പറഞ്ഞൊരു കാര്യം, ഡീഗ്ലോബലൈസേഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന റൈസിങ് നാഷണൽ സ്പിരിറ്റ് ഉണ്ടാകും. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരവരുടെ ദേശീയത മാത്രമാണ് നോക്കുന്നൊരു സാഹചര്യം വന്നാൽ അത് വീണ്ടും ലോക സമാധാനത്തിന് ഭീഷണിയാകും. അങ്ങനെ നോക്കുമ്പോൾ ഈ ചില നയങ്ങൾ, അമേരിക്ക പ്രത്യേകിച്ച് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി തന്നെ, പക്ഷേ ചൈന വളർന്ന് 22 ട്രില്യണിലെത്തി, ഒരു 5 ട്രില്യനും കൂടെ കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് മുകളിലുള്ളൊരു എക്കോണമി ആയിട്ട് മാറും. അത് ചെറുക്കാൻ, ഇല്ലെങ്കിൽ ട്രംപ് ഭയപ്പെടുന്ന പോലെ കാനഡയും ചൈനയും ഇതേപോലെയുള്ള മറ്റ് രാജ്യങ്ങളും ഇത്രത്തോളം മത്സരം നൽകുമ്പോൾ മറുവശത്ത് ദേശീയത മാത്രം എടുത്തു പറയുകയാണെങ്കിൽ അത് കോൺഫ്ലിക്റ്റിംഗ് സോൺസ് ഉണ്ടാക്കും ചില മേഖലകളിലേക്ക്. ആഭ്യന്തര കാര്യങ്ങളിൽ നമുക്ക് മറ്റു രാജ്യത്തെ ആഭ്യന്തരങ്ങളിൽ ഇടപെടേണ്ട കാര്യവുമില്ല, അവരവർക്ക് എടുക്കാവുന്ന നയങ്ങളും എടുക്കാം. പക്ഷേ നമ്മളൊരു ഇൻ്റർഡിപെൻഡൻറ്റ് വേൾഡിൽ നിൽക്കുമ്പോൾ കാലാവസ്ഥയ്ക്ക് അറിയാമോ അത് ഏത് രാജ്യത്തൂടെയാണ് പോകുന്നതെന്ന്? അപ്പോൾ അതിനകത്തുള്ള മൂവ്മെൻറ്റ്, അതിലൊക്കെ കുറച്ചുകൂടി ഒരു ഹ്യൂമനിസ്റ്റ് അപ്രോച്ച് കൊണ്ടുവരണം. കാരണം ലോകത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. അതിൽ ട്രംപ് എടുത്ത നിലപാടിന് വിമർശനം ആഗോളപരമായി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.